ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 12 ധ്രുവചരിതം. അത ദ്വാദശോऽധ്യായഃ. മൈത്രേയ ഉവാച. ധ്രുവം നിവർത്തം പ്രതിബുദ്ധ്യ വൈശസാ ദവേദമന്യം ഭഗവാൻ ധനേശ്വരഃ തത്രാഗതചാരണയക്ഷകിന്നരൈഃ സംസ്തൂയമാനോ അഭ്യവദ കൃതാഞ്ജലിം. ധനദ ഉവാച. ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടോ അസ്മിതേ അനഘ യസ്തം പിതാമഹാദേശ ധൈര്യം ദുസ്ത്യജ മത്യജഃ ന ഭവാനവധി ദൃക്ഷാന യക്ഷ ഭ്രാതരം തവ കാല ഏവ ഹി ഭൂതാനാം പ്രഭുരഭ്യയ ഭാവയോഃ അഹം ത്വമിത്യപാർത്ഥാദേ അജ്ഞാനാദാത് പുരുഷസ്യ ഹി സ്വാപ്നി ഭാവത്യ തദ്ധ്യാനാദ്യയ ബന്ധവിപര്യയോ സ്വാപ്നി പാപാത്യത ധ്യാനാദ്യയ ബന്ധവിപര്യയോ തദ്ഗച്ഛ ധ്രുവ ഭദ്രം തേ ഭഗവന്തമദോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയം ക്രീമഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്ത്യാ ഗുണമയ്യാത്മമായയാ വൃണേഹേ കാമം നൃപയന്മനോഗതം മത്തസ്തമൗതാനപദേ അഭിശങ്കിതക വരം വരാർഹോ അംബുജനാപപാദയോ അനന്തരം ത്വം ഭയമങ്കശോശ്രുമാ. മൈത്രേയ ഉവാച. സംരാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതിഃ ഹരൗ സ ദൗഗ്രേ അജലിതാ സ്മൃതിം യയാ തരത്യയത്നേന ദുരത്യയം തമഃ തസ്യ പ്രേതേന മനസാ ത്വം ദത്തൈഡ വിടസ്തതഃ പശ്യതോ അന്തർദദേശോ അപേസ്വപുരം പ്രതിപദ്യത അദായ ജദാ യജ്ഞേശം ക്രതുവേർഭൂരി ദക്ഷിണൈഃ ദ്രവ്യക്രിയാ ദേവതാനാം കർമ്മബലപ്രദം സർവാത്മന്യച്യുതേ അസർവേ തീവ്രൗകാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ബോധേഷു തമേവാവസ്ഥിതം ഭുഗും ദദർശാത്മനി ബോധേഷു തമേവാവസ്ഥിതം വിഭും തമേവം ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാഃ षट्त्रिंशदर्षसहस्रं शशासाक्षितिमण्डलं भोगैः पुण्यक्षयं कुर्वन्न भोगैरशुभक्षयम् एवं बहुसभं कालं महात्मा विजलेन्द्रियः त्रिवर्गौपैकं नीत्वा पुत्राय धान्यवासनं मन्यमान इदं वेषं मायारचितात्मनि अविद्यारचितस्वप्न ഗന്ധർവ നഗരോപമം ആത്മസ്ത്രപത്യ സുഹൃദോ ബലഭൃദ്ധകോശ അന്തഃപുരം പരിവിഹാര ഭുവശരമ്യാഃ ഭൂമണ്ഡലം ജലതി മേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സപ്രയയോ വിശാലാം തസ്യാം വിശുദ്ധകരണക ശിവവാർവികാഖ്യ ബദ്ധ്വാ ആസനം ജിത മരുന്മനസാ ആഹൃതാക്ഷഃ ശൂലേ ദദാര ഭഗവത് പ്രതിരൂപയേത ധ്യായം ദവ്യവഹിതോ വ്യസജൽ സമാദോ ഭക്തിം ഹരം ഭഗവതേ പ്രവഹന്നജസ്ര മാനന്ദ ബാഷ്പകലയാ മുഹുരർദ്യമാനഃ വിക്ലദ്യമാന ഹൃദയഃ പുളകാജിതാംഗോ നാൽപന സ്മരദസാവിധി മുക്തലിംഗഃ സദദർശ വിമനാഗ്രം നവസോ അവതര ധ്രുവഃ
വിഭ്രാജയദശ ദിശോ രാഗപദേമിവോദിതം തത്രാനുദേവ പ്രവരോ ചതുർഭുജോ ശ്യാമോ കിശോരാവരുണാംബുജേഷണോ സിതാഭവഷ്ടഭ്യഗതാം സുവാസസോ കിരീടഹാരാംഗദചാരുകുണ്ടലോ വിജ്ഞായതാവർത്തമകായ കിങ്കര ബഭൂതിതഃ സ്വാദസ വിസ്മൃതഃ ക്രമഃ നനാമനാമാനി ഗുണന്മദുദ്ദിഷഃ പാർഷൽ പ്രധാനാവിധി സംഹതാജ്ഞലിഃ തകൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബന്ധാജലിം പ്രശ്നയമക്രന്ദരം സുനന്ദനന്ദാഗുപസൃത്യ സസ്മിതം പ്രത്യുച്ഛതുഃ പുഷ്കരനാഭസമ്മതോ സുനന്ദനന്ദാഗുജതുഃ ഭോ രാജൻ സുഭദ്രം തേ ഭാജം नो അവഹിതഃ ശൃണു യഃ പഞ്ചവർഷ തപസാ ഭവാൻ ദേവമതിതൃവത് തസ്യാകല ജഗദ്ധാതുരാവാം ദേവസ്യ ശാർഗിണഃ പാർശ്വദാധിക സംഭ്രാതോ നേതും ത്വാം ഭഗവത്പദം സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ യൽസുരയോ അപ്രാപ്യ വിചക്ഷതേ പരം ആദിഷ്ടത ചന്ദ്രദിവാകരാദയോ ഗഹർഷതാരാഃ പരിയന്തി ദക്ഷിണം അനാസ്ഥിതം തേ പിതൃഭിരന്യൈരവംഗകർഹിചിത് ആദിഷ്ട ജഗതാം വന്ദ്യം തദ്വിഷ്ണോः പരമം പദം ഏതദ്ദേമാനപ്രവര മുത്തമ ശ്ലോകമൗലിനാ ഉപസ്ഥാപിതമായുഷ് മന്നതിരോടം ത്വമർഹസി മൈത്രേയുവാച നിശമ്യ വൈകുണ്ഠ നിയോജ്യ മുഖ്യയോർ മധുച്ഛതം വാജുമുരക്രമപ്രിയഃ കൃതാഭിഷേകഃ കൃതനിത്യമംഗളോ മുനിൻ പ്രണമ്യാശിഷമഭ്യവാദയത് പരിത്യാഭ്യർച്ചതിഷ്ണാഗ്രം പാർഷദാവഭിവന്ദ്യ ച ഇയേഷ തദധിഷ്ഠാതം ബിഭ്രദ്രുപം ഹിരണ്മയം തതോ താനപദഃ പുത്രോ ദദർശാന്തകമാഗതം മൃത്യോർമൂർധനി പദം തദ്ദത്വാ ആരോരോഹാദ്ഭുതം ഗൃഹം തദാ ദുന്ദുഭയോ നേതുർമൃദംഗപണവാദയഃ ഗന്ധർവമുഖ്യാഃ പ്രജഗഃ പേദോഃ കുസുമവൃഷ്ടയഃ സജ സ്വർലോകമാരോക്ഷ്യൻ സുനീതിം ജനനീം ധ്രുവഃ അനസ്മരദംഗം ഹേത്വാ ദീനാം യാസേ ത്രിവിഷ്ടഭം യദി വ്യവസിതം തസ്യ വ്യവസായ സുരോത്തമോ ദർശയാമാസ ദുർദേവീം പുരോയാനേന ഗച്ഛതിം തത്ര തത്ര പ്രശംസദ്ഭിः പതി വൈമാനികൈः സുരൈः അവകീര്യമാണോ ദദൃശേ കുസുമൈः ക്രമശോ ഗ്രഹാൻ ത്രിലോകിം ദേവയാനേന സോ അതിവ്രജ മുനീനഭേ പരസ്താദ്യ ധ്രുവഗതിർവിഷ്ണോः പദമദാഭ്യഗാദേ യദ്ഭ്രാജമാനം സുരുജൈവ സർവദോ ലോകാത്രയോ ഹ്യനു വിഭ്രാജന്തയേതേ യന്നാവ്രജഞ്ജന്തുഷോ യേ അനുനുഗ്രഹ വ്രജന്തി ഭദ്രാണി ചരന്തി യേ അനിശം ശാന്താഃ സമൃദ്ധിശഃ ശുദ്ധാഃ സർവഭൂതാനുരഞ്ജനാഃ യാദ്യഞ്ജസാച്യുത പദമച്യുത പ്രിയബാന്ധവാഃ ഇത്യുത്ഥാനപദഃ പുത്രോ ധ്രുവഃ കൃഷ്ണപരായണഃ അഭ്യുത്രയാണാം ലോകാനാം ചോടാമണിരിവാമലഃ ഗംഭീരോ വേഗോ അനിനിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ മേഢ്യമിവ ഗവാം ഗണഃ മഹിമാനം വിലോക്യാസ്യ നാരദോ ഭഗവാൻ ഋഷികേ ആദോദ്യം വിദുദൻ ശ്ലോകാൻ സത്രേ അഗയാത് പ്രജേതസാം നാരദ ഉവാച നൂനം സുനീദേഹേ പതിദേവതായ
स्तवः प्रभावस्य सुदस्य तां कदीं दृष्टाभ्युपायानभिवेदवादिनो नैवादिगन्धं प्रभवन्ति किं नृपाः यः पञ्चवर्षो गुरुदारवाक्षरैर्भिन्नेन यादो हृदयेन दूयता वनं मदादेशकरो अजितं प्रभुं जिगाय तद्बद्धगुणैः पराजितम् यः क्षत्रबन्धुर्भुवि तस्याधिरूढ मन्वानुरुचेदविवर्षभुङ्गैः षट्पञ्चवर्षो यदहोभिरल्पैः प्रसाद्य वैकुण्ठमवापतल्पदं मैत्रेय उवाच एतत्ते अभिहितं सर्वं यत्पृष्टो अहमिह त्वया ध्रुवस्योदामयच सञ्चरितं सम्मदं सदां धन्यं यशस्य मायुष्यं पुण्यं स्वस्तयनं महत् स्वर्ग्यं द्रव्यं सौमनस्यं प्रशस्य मगमर्षणम् श्रुतैद चन्द्रया भीषण मच्युत प्रियचेष्टितं भवेद्भक्तिर्भगवती यया स्यात् क्लेशसंशयः महत्त्वमेच्छतां तीर्थं श्रोतुः शीलादयो गुणाः यत्र तेजस्तदिचूनां मानो यत्र मनस्विनां प्रयतः कीर्तयेत्पादः समवाये द्विजन्मनां सायं च पुण्यश्लोकस्य ध्रुवस्य चरितं महत् पौर्णमास्यं सेनिवाल्यां द्वादश्यां श्रवणे अथवा दिनक्षये व्यतिपाते सङ्क्रमे अर्कदिने अभिवा श्रावये श्रद्धदानानां तीर्थपादपदाश्रयः नेचं तत्राल्पना आत्मानं सन्तुष्ट इति सिद्धते ज्ञानमज्ञाततत्त्वाय यो दद्यात् सत्पदे अमृतं कृपालोर्दीननाथस्य देवस्तस्यानुगृह्णते इदं मया ते अभिहितं कुरुद्वः ध्रुवस्य विख्यातविशुद्धकर्मणः हित्वार्भकः क्रीडनकानि माधुर्गृहं च विष्णुं शरणं यो जगाम श्रीहरये नमः श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे ध्रुवचरितं नाम द्वादशोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द।